ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാരെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ ഏറെ നാളായിട്ടൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു ഇടമാണ് കേട്ടോ. അതെ, അതാണ് സെൻറ് ജോർജ് പള്ളി, നമ്മുടെ സെൻറ് ജോർജ് ചർച്ച് പാലോട്. ഈ പള്ളിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ 15 അടി ഉയരമുള്ള ഒരു സ്വരൂപമുണ്ട്, നമ്മുടെ ഗീവർഗീസിന്റെ ഒരു സ്വരൂപം. ഈ സ്വരൂപം ബ്ലസ് ചെയ്ത ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു, ബ്ലസ് ചെയ്യുന്ന ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെ, നമ്മുടെ ഇടവകയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. നമ്മൾ അന്ന് മുതൽ നമ്മുടെ ആഗ്രഹമായിരുന്നു ഈ സ്വരൂപം കാണണം എന്നുള്ളത്. അതെ, ഞങ്ങൾ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാലോട് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ ഇടവക ഒന്ന് കയറണം, ഈ സ്വരൂപം ഒന്ന് കാണണം. ഞങ്ങൾ അന്നേ എഴുതി വെച്ചിരുന്നു കേട്ടോ. മറക്കാതെ ഈ പള്ളി. അതെ, ഈ പള്ളിയുടെ മുൻവശത്ത് കയറുമ്പോഴത്തേക്ക് തന്നെ, മുൻപ് നമ്മൾ ഗേറ്റ് കയറുമ്പോൾ തന്നെ ഇടസെല്ലായിട്ട് നമ്മുടെ മാതാവിന്റെ ഒരു ചാപ്പലുണ്ട്, ചെറിയൊരു നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം. വളരെ സൈലന്റ് ആയിട്ട് നമുക്ക് കയറിയിരുന്ന് മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി, ആ അനുഗ്രഹം മാതാവ് നമുക്ക് ചൊരിയുന്നതായിട്ട് നമുക്ക് തന്നെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ചാപ്പൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തറയോടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കയറി പോകാൻ കഴിയുന്ന ഒരു വഴിയോടുകൂടി നമുക്ക് പോകും. ഇത് നമ്മുടെ സ്വരൂപത്തിനെ റൗണ്ട് ചെയ്താണ് നമ്മൾ പോകുന്നത്, പള്ളിയിലോട്ട് പോകുന്നത് കേട്ടോ. പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങാനുള്ള സ്റ്റെപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. തിരിച്ചിറങ്ങാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പള്ളി ഇത് നോക്കിയേ, പഴയ പള്ളി ഒരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, പക്ഷെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. പെയിന്റ് നല്ല ഡെക്കറേഷൻ വർക്കിലൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. പണ്ടുള്ള പള്ളി അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഈ പള്ളി. അതെ, കൊള്ളാം കേട്ടോ ഈ കളറായപ്പോ. അതെ, അപ്പൊ ഇതിന്റെ ഇട സൈഡിലായിട്ട് നമുക്ക് അച്ഛനൊക്കെ താമസിക്കുന്നതിന് വേണ്ടിയുള്ളത് മേടയുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ട് സെമിത്തേരി ഉണ്ട്. പിന്നെ നമുക്ക് പള്ളിയുടെ മുൻവശത്തേക്കായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ വലത് സൈഡിലായിട്ട് എന്തുണ്ട്, പാരിഷ് ഹാളുണ്ട്. ഒരു പാരിഷ് ഹാളുണ്ട്. ഈ പാരിഷ് ഹാളിന് ഇവിടെ നമ്മുടെ നല്ല രീതിയിലൊരു കല്യാണം നടത്താനുള്ള ഒരു പാരിഷ് ഹാളുണ്ട്. അതിൻ്റെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊരു കല്യാണം നടത്താൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാം ഉണ്ട്. 2500 രൂപയാണ് ഇത് വാടക. നമ്മുടെ കമ്മിറ്റി അംഗത്തിന് നമ്മൾ കണ്ടപ്പോഴത്തെ അവർ പറഞ്ഞ ഒരു സാറുണ്ടായിരുന്നു, സാർ പറഞ്ഞതാണ് 2500 രൂപയാണ് ഈ പാരിഷ് ഹാളിന് റെന്റ്. സാറിന്റെ പേര് ചോദിക്കാൻ കഴിഞ്ഞില്ല, ചോദിച്ചൊന്നും ഓർമ്മയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് നോക്കുമ്പോഴത്തേക്ക് മുൻവശത്തായിട്ട് 2 മരങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, കൊച്ചു മരങ്ങൾ. നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചെടികളൊക്കെ. ഈ പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പള്ളി തറക്കല്ലിട്ടത്, ഇത് പഴയ പള്ളി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല, അത് അവിടെ ഉണ്ടായിരുന്ന കമ്മിറ്റി അംഗത്തിനും അറിയത്തില്ല. അപ്പോഴവർ പറഞ്ഞത് ഈ പള്ളി തറക്കല്ലിട്ടത് 24/3/1985 നമ്മുടെ ഫാദർ ജസ്റ്റിൻ പീറ്റർ എന്ന് പറയുന്ന ഒരു അച്ഛനാണ് അന്ന് ഈ പള്ളിക്ക് വേണ്ടി തറക്കല്ലിട്ടത് കേട്ടോ. ഇത് മേടയാണ്, ഞാൻ പറഞ്ഞ പള്ളിയുടെ കാര്യമാണ്. പിന്നെ ഈ പള്ളി പണിയെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് ജനങ്ങൾക്കായിട്ട് തുറന്ന് ബ്ലസ് ചെയ്ത ആ ദിവസം എന്ന് പറയുന്നത് 1988 24/3/1988 അന്ന് തിരുവനന്തപുരം ബിഷപ്പായിരുന്ന ഫാദർ ഡോക്ടർ AB ജേക്കബാണ് ഇത് ബ്ലസ് ചെയ്തത് കേട്ടോ. നമ്മൾ ഈ ബ്ലസ് ചെയ്ത ഇതേ പള്ളി ഇതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പഴയ പള്ളി. അതുപോലെ തന്നെ പെയിന്റിങ്ങിന് മാത്രം ഡെക്കറേഷൻ വരുത്തി നല്ല രീതിയിൽ, പിന്നെ പള്ളിക്ക് ചിറ്റായൊക്കെ തറയോടൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് കുഞ്ഞു കുഞ്ഞു മരങ്ങളും പിന്നെ ഒരു പച്ചപ്പും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാരിഷ് ഹാള് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വലത് സൈഡിലായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ആയിട്ടാണ് പാരിഷ് ഹാളും വരുന്നത്. നമ്മൾ ഇത് കാണുന്നുണ്ട്, നമ്മൾ ഈ മരത്തിന്റെ ബാക്ക് ഭാഗത്തായിട്ട് പാരിഷ് ഹാളാണ്. പാരിഷ് ഹാള് 2 നിലയായിട്ട് നമ്മൾ ചിറ്റായം നടന്നിട്ടുണ്ട്. അതെ, തിരിച്ച് നമ്മൾ ബാക്ക് ഭാഗത്തോടുകൂടി നമ്മൾ തിരിച്ച് പിന്നും നേരെ ഫ്രണ്ട് വശത്ത് വന്നു. എന്നിട്ട് നമ്മുടെ പാരിഷ് ഹാൾ നിങ്ങൾക്ക് നിർത്തി കാണിക്കണമല്ലോ, അതാണ് ഇത് പാരിഷ് ഹാൾ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? സെൻറ് ജോർജ് പള്ളി പാലോട് അവരുടെ പാരിഷ് ഹാള് വളരെ നല്ല അടിപൊളിയായിട്ട് പെയിന്റ് ഒക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതെ, കാണാനും ഭംഗിയുണ്ട്. ഒരു നെല്ലിമരം നിൽക്കുന്ന നോക്കിയേ, പള്ളിയുടെ മുൻവശത്തായിട്ട് ഒരു നെല്ലിമരം വളരെ നല്ല ഭംഗിയായിട്ട്, അത് സ്റ്റാറൊക്കെ ഇടാൻ പറ്റിയ രീതിയിലാണ് അവർ അതൊക്കെ ചെയ്തേക്കുന്നത്. ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നത്. ഇത് ഇപ്പോഴും പുതുതായിട്ട് പെയിന്റ് ചെയ്തതാണ് കേട്ടോ.
ഈ 2024 നമ്മുടെ 15 അടി ഉയരമുള്ള ഈ ഗീവർഗീസിന്റെ സ്വരൂപം അനാച്ഛാദനം എന്ന് പറഞ്ഞാൽ നമുക്ക് ജനങ്ങൾക്ക് ബ്ലസ് ചെയ്ത ആ സമയത്താണ് ഈ പള്ളി ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഫുള്ള് പെയിന്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നത്. വന്നപ്പോഴാണ് ആ പള്ളിയുടെ ഒരു മുഖച്ഛായ മാറി. ജനങ്ങൾക്ക് നമ്മുടെ അനുഗ്രഹം നൽകാൻ വേണ്ടി പള്ളിയുടെ ഇടതുവശത്തായിട്ട് മാതാവും പിന്നെ നമ്മുടെ ഗീവർഗീസ് നേരെ മുൻപേ നോക്കുമ്പോൾ ഗീവർഗീസ്, പിന്നെ യേശു അപ്പച്ചൻ, നമ്മുടെ ഔസേപ്പിതാവ്, അങ്ങനെ ഒരു കൂട്ടം നമ്മുടെ നമ്മുടെ ക്രിസ്ത്യൻ സഭയിലുള്ള കുറെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലുള്ള വ്യക്തികളെ തന്നെ അവർ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലേ. അതെ, അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ പള്ളിക്കകം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഇവിടെ നമ്മൾ ചെന്ന സമയത്ത് നമ്മളിവിടെ അച്ഛനില്ലായിരുന്നു, പള്ളി പൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ആരാധന എന്തെങ്കിലും നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മളൊരു യാത്രക്കിടയിൽ ആരാധന നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ ആരാധന നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ആ പള്ളിക്കകം മീനുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ഇത് കാണാൻ ചെന്ന് നിന്ന് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചുറ്റി നടന്ന് നമുക്ക് അതിന്റെ തൊട്ടടുത്ത് വരെ പോകാനുള്ള സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കങ്ങ് മുകളിൽ കയറാം കേട്ടോ, അല്ലേ? നല്ല വൃത്തിക്ക് തറയോടൊക്കെ ഇട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും നല്ല തറയോടൊക്കെ. നമ്മള് നിൽക്കുന്ന സമയത്തൊന്നൊരു ചാറ്റിലും മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മള് കുടയും പിടിച്ച് മഴയൊക്കെ നനഞ്ഞ ഇങ്ങനെ എന്തായാലും നമ്മള് ചുറ്റും കണ്ടു, നമുക്ക് പള്ളി കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണല്ലേ ഇത്രയും അല്ലെ ഗീവർഗീസിന്റെ സ്വരൂപം കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും വലിയ സ്വരൂപം. എനിക്ക് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ഇതുവരെ പോയിട്ടുള്ള പള്ളികൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ സ്വരൂപം തന്നെയാണ് ഈ ഗീവർഗീസിന്റെ സ്വരൂപം. അതല്ല എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേറെ കേരളത്തിൽ വേറെ സ്വരൂപം ഉള്ളതായിട്ട് അറിയാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഇത് 15 അടി ഉയരമുണ്ട് ഈ ഗീവർഗീസിന്റെ ഈ സ്വരൂപത്തിന് 15 അടി ഉയരമുണ്ട്. ഈ ഇതിൽ നിന്നും കൂടുതൽ ഉയരമുള്ള ഏതെങ്കിലും ഗീവർഗീസിന്റെ സ്വരൂപം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിയണം കേട്ടോ. നമ്മൾക്ക് എന്തെങ്കിലും പോയി എടുക്കാൻ പറ്റിയാലോ. അതെ, അറിഞ്ഞിരിക്കുന്നതാണല്ലോ. നോക്കിയേ, യേശോപ്പച്ചൻ അനുഗ്രഹിക്കുന്നു, മാലാഖമാര് നിൽക്കുന്നു, മാതാവിനെ അകത്തുണ്ട്. ഇതും പുതിയതാണോ അറിയത്തില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയാം. ഇത് പുതിയതാവാനാണ് ചാൻസ്. ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതും പുതിയത് തന്നെയാണ് ആയിരിക്കും കേട്ടോ. പിന്നെ അതിന്റെ വല സൈഡിലായിട്ട് മാതാവുണ്ട്, വേറൊരു മാതാവ് അവിടെ ഉണ്ട്. ഇത് നാട് നോക്കിയേ, ചാപ്പൻ നിങ്ങൾക്ക് അകത്ത് കാണിച്ചു തരണമല്ലോ. അങ്ങനെ നമ്മൾ ചാപ്പനകത്ത് കാണിക്കാൻ കയറിയതാണ്. മാതാവ് മുകളിൽ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി നിൽക്കുന്ന കണക്കാണ് ഇവിടെ ചാപ്പൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ശരീരമില്ലാതെ മാതാവ് ഇങ്ങനെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ നമ്മളെല്ലാം പാറി പറന്ന് ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കാൻ മാത്രമായിട്ട് നിൽക്കും കണക്ക് നമ്മുടെ മാതാവ് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ട് മീനുക്കുട്ടിക്ക് ഒരു ഫോട്ടോ എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നതാണ് കേട്ടോ. നമ്മളിതാ പുറത്തിറങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് ഫോർ വാച്ചിങ്.